നമുക്ക് പറയാനുള്ളത് റീജിയോ കെമിസ്ട്രി ഓഫ് റിയാക്ഷൻസ്, ഓറിയൻറ്റേഷൻ ഇൻ ബേസ് കാറ്റലൈസ്ഡ് റിംഗ് ഓപ്പണിംഗ് ഓഫ് അൺസിമെട്രിക്കൽ എപ്പോക്സൈഡ്സ്. അൺസിമെട്രിക്കൽ എപ്പോക്സൈഡ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ബേസ് കാറ്റലൈസ്ഡ് റിംഗ് ഓപ്പണിങ്ങിൽ കൊണ്ടുപോകുന്നതെങ്കിൽ അവിടെ നമുക്ക് ന്യൂക്ലിയോഫൈലിൻ്റെ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള കാർബൺ ആറ്റത്തിൻ്റെ മുകളിലായിരിക്കും ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാച്ച് ചെയ്യുക. ഒന്ന് ഓർത്താൽ മതി. അപ്പോൾ നമ്മുടെ കയ്യിലൊരു എക്സാമ്പിൾ ഉണ്ട്, പ്രൊപ്ലീൻ ഓക്സൈഡ്. ഇതാണ് നമ്മളെ പ്രൊപ്ലീൻ ഓക്സൈഡ്. അതിനെ നമ്മൾ എന്ത് ചെയ്യാമെന്ന് ചോദിച്ചാൽ അതിനെ റിംഗ് ക്ലീവേജ് നടത്താൻ പോവാണ് സോഡിയം മെതോക്സൈഡിൻ എത്തനോൾ. അപ്പോൾ നമുക്ക് അവിടെ കിട്ടുക, നിങ്ങൾ ഓർക്കണം, ഇവിടെ ആരെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ആൽക്കഹോൾ ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള കാർബൺ അതിൻ്റെ മുകളിലേക്കായിരിക്കും നമ്മൾ ന്യൂക്ലിയോഫൈൽ വരിക. അപ്പോൾ നമുക്ക് ഈ CHൻ്റെ മുകളിൽ OHും കിട്ടും, CH2ൻ്റെ മുകളിൽ C2H5 OC2H5ഉം വരും. ദെൻ തിരിച്ചും വരാം, അത് മേജർ പ്രൊഡക്റ്റ് ആയിരിക്കും. സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള കാർബണിൻ്റെ മുകളിലാണ് ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ദെൻ മൈനർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നേരെ തിരിച്ച് ഈ ഗ്രൂപ്പുകൾ തിരിയുന്നത്. അപ്പോൾ CH3CH OC2H5 ഇതിൻ്റെ മുകളിലും CH2OH ഇവിടെയും. ഇത് മൈനർ പ്രൊഡക്റ്റ് ആയിരിക്കും. ഒരു എക്സാമ്പിളും കൂടി കൊടുക്കുന്നുണ്ട്, isobutylene oxides, then CH3O minus in presence of methanol, that is methoxide in methanol, CH3OH പ്രസൻസിൽ. അപ്പം നിങ്ങൾക്ക് തന്നെ പറയാൻ വേണ്ടി പറ്റും, ലെസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള കാർബൺ ഏതാണോ അവിടേക്ക് നമ്മൾ നമ്മൾ ഏത് ഗ്രൂപ്പ് പോകും, നമ്മളെ ന്യൂക്ലിയോഫൈലുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ മേജർ പ്രൊഡക്റ്റ് ആയിട്ട് 1-methoxy 2-methylene propane 2ഓളും മൈനർ പ്രൊഡക്റ്റ് ആയിട്ട് 2-methoxy 2-methylene propane 1ഓളുമാണ് നമുക്ക് മൈനർ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അതിൻ്റെ എക്സ്പ്ലനേഷൻ, അതിൻ്റെ മെക്കാനിസം ആക്ച്വലി നമുക്കിവിടെ പറയുന്നുണ്ട്. CH3 ഓക്കെ മെക്കാനിസം നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള പ്രൊപ്പീൻ ഓക്സൈഡിൻ്റെ, അതായത് ഈ പ്രൊപ്പീൻ ഓക്സൈഡിൻ്റെ മെക്കാനിസം പോലെ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവിടെ എന്താണ് ബേസ് കാറ്റലൈസ്ഡ് റിംഗ് ഓപ്പണിംഗ് എപ്പോക്സൈഡിന് നടക്കുന്ന സമയത്ത് പിന്നെ അതായത് ബാക്ക് സൈഡ് അറ്റാക്ക് ന്യൂക്ലിയോഫൈലിൻ്റെത് നടക്കുക അൺപ്രോട്ടോണേറ്റഡ് ആയിട്ടുള്ള എപ്പോക്സൈഡിൻ്റെ മോളാണ് എന്ത് ചെയ്യുന്നത് ന്യൂക്ലിയോഫൈലിൻ്റെ എന്ത് നടക്കുന്നത് ബാക്ക് സൈഡ് അറ്റാക്ക് നടക്കുന്നത്. ദെൻ അവിടെ CO ബോണ്ട് അതായത് ന്യൂക്ലിയോഫൈൽ അറ്റാച്ച് ചെയ്യുന്നതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നുണ്ട് CO ബോണ്ടിൻ്റെ ക്ലീവേജ് ഉണ്ടാകുന്നത്. ഓക്കെ, ദെൻ അവിടെ ആ റിയാക്ഷൻ പ്യുവർ ആയിട്ട് SN2 പാത്വേയിലാണ് റിയാക്ഷൻ പോകുന്നത്. ദെൻ SN2 പാത്വേയിൽ റിയാക്ഷൻ പോകുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റെറിക് ഫാക്ടർ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ന്യൂക്ലിയോഫൈൽ ഇവിടെ അറ്റാച്ച് ചെയ്യുന്നത് നേരത്തെ പോലെയല്ല. ന്യൂക്ലിയോഫൈൽ ഇവിടെ അറ്റാച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലെസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് കാർബൺ ആറ്റത്തിൻ്റെ മുകളിലാണ് ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. കാരണം നേരത്തെ ഇലക്ട്രോണിക് ഫാക്ടറും കൂടി നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ നമ്മൾ സ്റ്റെറിക് ഫാക്ടറിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ മേജർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അവിടെ ന്യൂക്ലിയോഫൈഡ് ലെസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള കാർബണിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്ത പ്രൊഡക്റ്റ് ആയിരിക്കും എന്തുണ്ടാവുക, മേജർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. നോക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കാണാം, CH3CHO CH2. ഇത് എപ്പോക്സൈഡ് ആണ്, പ്രൊപ്പീൻ ഓക്സൈഡ്. അതിന് SN2 പാത്വേ നടക്കുമ്പോൾ ഇവിടെ ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാച്ച് ചെയ്യും, ബോണ്ട് ഇങ്ങോട്ട് ക്ലീവ് ചെയ്യും. അപ്പോൾ നമുക്ക് CH3CHO മൈനസ് CH2 OC2H5 ഇങ്ങനെ കിട്ടും. OC2H5 ഇവിടെ ബോണ്ട് ക്ലീവ് ചെയ്തപ്പോൾ ഇതിവിടെ O മൈനസ് വരും. ദെൻ നെക്സ്റ്റിൽ പ്രോട്ടോൺ ട്രാൻസ്ഫർ നടക്കുന്ന സമയത്ത് ഇത് OH ആയി മാറുക ചെയ്യുന്നത്. CH3CHOH ബാക്കി ചേഞ്ച് ഒന്നുമില്ല. CH2 OC2H5 പ്ലസ് C2H5O മൈനസ്. ഇതാണ് നമ്മൾ എന്ത് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, മേജർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ സെക്കൻഡ് സ്റ്റെപ്പിൽ ഒന്നും കൂടി പറയുന്നുണ്ട്, ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യുന്നത് അത് തന്നെ എന്ത് ചെയ്യാണ് ഒന്നുകൂടി ഇവിടെ എടുത്ത് പറയാണ്. OET എന്ന് പറയുന്നത് OC2H5 തന്നെയാണ് കേട്ടോ. ഈ റിയാക്ഷൻ തന്നെ ഒന്നും കൂടി ഇങ്ങോട്ട് റെപ്രസെൻറ്റ് ചെയ്ത് പറയാണ്. ഇതാണ് നമ്മളെ മേജർ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുക. കാരണം എന്താ, ഇവിടെ ന്യൂക്ലിയോഫൈൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ലെസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള കാർബണിൻ്റെ മുകളിലായിരിക്കും. ഓക്കെ, ദെൻ റിംഗ് ഓപ്പണിംഗ് ഓഫ് എപ്പോക്സൈഡ് ബൈ ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് ആൻഡ് ഓർഗാനോലിഥിയം കോമ്പൗണ്ട്. ഇനി നമ്മൾ പറയുന്നത് നമ്മൾ റിംഗ് ഓപ്പണിംഗ്, അതായത് ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ആണ് നമ്മൾ എപ്പോക്സൈഡിൻ്റെ മുകളിൽ റിയാക്ട് ചെയ്യുന്നെങ്കിൽ നമുക്ക് എന്ത് പ്രൊഡക്റ്റ് ആയിരിക്കും. ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് RMGX ആണ്. എപ്പോക്സൈഡിൻ്റെ മുകളിൽ ഇവിടെ ഒരു കാർബണിൻ്റെ മുകളിൽ ഇത് ബോണ്ട് ഷിഫ്റ്റ് ചെയ്യുന്നത് കാണാം. ഡ്രൈ ഈതറിൻ്റെ പ്രസൻസിലാണ് നമ്മൾ നടത്തുക. അപ്പോൾ നേരെ സ്കെലിട്ടൺ അങ്ങോട്ട് എഴുതിയാൽ മതി, CH3CH2. പിന്നെ ആരാ ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്, ഇവിടെ R ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ R CH3CH2. ദെൻ ഇവിടെ ഡോക്സിൻ്റെ കൂടെ MgXും OMgXും വരും. ഇതിന് ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ ഈ പോർഷൻ എന്തായി മാറും, OH ആയി മാറും. അപ്പോൾ RCH3CH2CH2OH പ്രൈമറി ആൽക്കഹോൾ നമുക്ക് കിട്ടും. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ കാണാൻ നിങ്ങൾക്ക് മെയ്തൈൽ മെഗ്നീഷ്യം ബ്രോമൈഡിനെ നമ്മൾ എന്ത് ചെയ്തു, എഥിലിൻ എപ്പോക്സൈഡ് ആയിട്ട്. അപ്പോൾ ഇത് ഇങ്ങോട്ട് കാർബൺ ഇവിടേക്ക് തരി, ഈ ബോണ്ട് ഈ മീതൈൽ ഗ്രൂപ്പ് ഇങ്ങോട്ട് വന്ന് അറ്റാച്ച് ചെയ്യും. ഈ ബോണ്ടിൻ്റെ ബ്രേക്കേജും കാണാം. അപ്പം ഇതിൻ്റെ അടുത്തേക്ക് ആര് വരും, ഈ CH3 ഇവിടെ അറ്റാച്ച് ചെയ്യും. അപ്പോൾ CH3CH2CH2 അങ്ങനെ തന്നെ കൊടുക്കുക. ഈ ഓക്സിജൻ്റെ കൂടെ ഈ MgBrഉം വന്നിട്ടുണ്ടാകും. ഇതിന് ഹൈഡ്രോളിസിസ് നടത്തിയാൽ ഈ പോർഷൻ എന്തായി മാറും, OH ആയി മാറും. CH3CH2CH2
OH കിട്ടും. ഓക്കെ, ദെൻ അടുത്തതും അതുപോലെ തന്നെ കേട്ടോ. അതൊരു എക്സാമ്പിളോട് കാണാൻ നിങ്ങൾക്ക് നോക്കിയാൽ മതി. ഇത് ആൽക്കിൽ ലിഥിയമാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിലോ R ഗ്രൂപ്പ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ അറ്റാച്ച് ചെയ്യും. ഈ ബോണ്ട് ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ടാവും ട്രൈ ഈതറിൻ്റെ പ്രസൻസിൽ. അപ്പോൾ RCH2CH ഓക്സിജൻ്റെ കൂടെ ലിഥിയം പോവും. ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ ഇതും OH ആവും. അപ്പോൾ നമുക്ക് പ്രൈമറി ആൽക്കഹോൾസ് അവിടെ പ്രൊഡക്റ്റ് കിട്ടും. ഒരു എക്സാമ്പിൾ നോക്കാം. മീഥൈൽ ലിഥിയാണ് എന്തുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്, എഥിലീൻ ഓക്സൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യുന്നെങ്കിൽ നമുക്ക് ഇവിടെ CH3CH2 ഈ ഓക്സിജൻ്റെ കൂടെ ലിഥിയം വരും OLi. ഇതിനെ ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ പാർട്ട് എന്തായി മാറും, OH ആയി മാറും. ഓക്കെ, സെക്കൻഡ് എക്സാമ്പിൾ കാണാം. CH3CH2CH2Li. അതിനെ നമ്മൾ CH2 അതായത് ഓക്സിറൈനുമായിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ട്രൈ എക്സൈൻ്റെ പ്രസൻസ് ഇല്ലെങ്കിൽ ഇത്രയും പാർട്ട് എവിടെ വന്ന് അറ്റാച്ച് ചെയ്യും, ഇതിൻ്റെ കൂടെ വരും. ഈ CH2CH3ൻ്റെ കൂടെ വരും. അതാണ് നമ്മൾ എഴുതിയത്. ഇതിന് ഷോർട്ടാക്കി അവർ CH2 4 times CH2OLi എന്നൊക്കെ കൊടുത്തേ ഉള്ളൂ കേട്ടോ. നമ്മൾ സ്കെൽട്ടൺ ഒന്ന് ഷോർട്ടാക്കിയാൽ വലിച്ച് വാരി എഴുതുന്നതിന് പകരം ഈ OLiനെ വീണ്ടും നമ്മൾ ഹൈഡ്രോളിസിസ് നടത്തി ഇത്രയും പോർഷൻ എന്തായി മാറും, OH ആയി മാറും. ബാക്കിയുള്ളത് അങ്ങനെ തന്നെ CH3CH2 4 times CH2OH ഹെക്സൈൻ 1 നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടും. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ഒരു സെക്ഷനിൽ എടുക്കാനുള്ളത് ക്രൗൺ ഈതേഴ്സിനെ കുറിച്ചാണ്. ക്രൗൺ ഈതേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞാൽ നമ്മളെ ചാപ്റ്റർ അവിടെ കഴിയും. അത്രയും നമുക്ക് പറയാനുള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് സ്റ്റാർട്ട് ചെയ്യാം, ഇനോർഗാനിക് കെമിസ്ട്രി സ്റ്റാർട്ട് ചെയ്യാം.